ഹായ് ഹലോ. ഇന്ന് നമ്മൾ ചാലിയം ബീച്ച് കാണാൻ പോവാം കേട്ടോ. കോഴിക്കോട് ചാലിയം. അതാ എല്ലാവരും ഹായ് പറയാണ്. അപ്പോൾ ഇതേട്ടന് രണ്ടാമത്തെ ചേച്ചി വന്നപ്പോൾ മക്കൾ പറഞ്ഞ് മാമ ചാലിയം ബീച്ച് കാണാൻ പോവാന്ന്. അപ്പോൾ വേറൊന്നും നോക്കില്ല, ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ വേണ്ടി പോണ്. അതിനിടയ്ക്ക് ഇത് അമ്മ ഹായ് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണേ. ഇവർ മാത്രമല്ല കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ളത്. നമുക്ക് ഇനി ആൾക്കാർ വരാനുണ്ട്. ഏതായിട്ട് മൂത്തൊരു ചേച്ചിയും കൂടി ഉണ്ട്. അപ്പോൾ ചേച്ചിയും കൂടി വരുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സമയത്ത് എന്തായാലും ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ചാലിയം ബീച്ച് എത്തിയിട്ട് കാണാം. ഇതാ പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ സെൻറ്റർ വരുന്നത്, ഗോകുലം വെൽനസ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വൈകാതെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബീച്ചെത്തി. ഇനി നമുക്ക് ബീച്ചിനുള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഞാൻ വിചാരിച്ചതേ മഴയായി കഴിഞ്ഞാൽ ബീച്ചിൽ തിരക്കുണ്ടാവില്ല, ആളൊന്നും ഉണ്ടാവില്ല, പീടിയൊന്നും ഉണ്ടാവില്ല എന്നാ. പക്ഷെ ഒന്ന് നേരെ തിരിച്ചാണ് കേട്ടോ. മഴയായാലും ഇവിടെ ഭയങ്കര തിരക്കും അതുപോലെ തന്നെ ആൾക്കാരും, നല്ല വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ. ഒരു പതിയെ നടന്നു വരിക കേട്ടോ. ഞങ്ങളപ്പോ ചായ കുടിക്കാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പൊ ചായ കുടിച്ച് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കുക കേട്ടോ. അപ്പൊ ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിയതാ. കാടമുട്ട ഫ്രൈ ആക്കിയാണ് കേട്ടോ ഞങ്ങൾ ചായക്ക് വാങ്ങിച്ചത്. അപ്പൊ എല്ലാവരും ഇതാ ചായ കുടിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവരിതാ സ്നേഹം പങ്കുവെക്കുകയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചതാ ഉപ്പിലിട്ട് തിന്നാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ടോട്ടൽ എണ്ണം കിട്ടിയാൽ കുമ്മളി 2, 3, 4 പേരച്ചക്ക, ഒരു മാങ്ങ. മൊത്തത്തിൽ എണ്ണയാണല്ലോ. അയ്യോ പാട്ടവിടെ പാട്ടുണ്ടല്ലോ പറഞ്ഞാട്ടെ, പോയി ഡാൻസ് വെച്ചാൽ നമുക്ക് ഒരു സാധനം. പഴയകാല ഓർമ്മകൾ. ഇതിന്റെ പേരറിയാവുന്നത് കമന്റ് ചെയ്യാം. ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞു. പക്ഷെ നല്ല മഴക്കാറും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു 7 മണി ആയപ്പോ തന്നെ. പക്ഷെ എന്താ പറയാ, ഞങ്ങള് പോരണോ വേണ്ടേ വേണ്ട ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മഴയൊക്കെ അല്ലേ, ബീച്ചിൽ ആരും ഉണ്ടാവില്ല, തിരക്കുണ്ടാവില്ല എന്നൊക്കെ കരുതി. പക്ഷെ ഇവിടെ നല്ല തിരക്കും അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കുറുമ്പ് ഇതാ ആസ്വദിച്ച് നടക്കുകയാണ്. പാട്ട് കേട്ടപ്പോൾ ഒന്നും നോക്കില്ല, അതാ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക കേട്ടോ. അച്ഛൻ അതിന്റെ ഇടയ്ക്ക് കടിക്കാൻ നോക്കുക. നിങ്ങൾ കാണുന്നതന്നെ സത്യമല്ല. അത് ഓണം കിട്ടും മോളെ. വണ്ടി കണ്ടിട്ട് അതിൽ കേറാൻ വേണ്ടി അവള് വാശി പിടിക്കുക കേട്ടോ. വണ്ടി ഓ ആ കാണുന്ന കേട്ടോ ലൈറ്റ് ഹൗസ്. അവിടെ നിന്ന് ഇതാ ലൈറ്റ് അടിക്കുന്നുണ്ടോ. നോക്കിയേ, ഇതൊക്കെ ഓരോ ഷോപ്പുകളാണ് കേട്ടോ. ഇനിയും വികസനം വരാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇനിയും ഓരോ പീടികൾ, അവിടുത്തെ പീടികൾ, ഇപ്പൊ നമ്മൾ കാണിച്ച പീടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടേക്ക് പീടികൾ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നോമ്പ് കാലം വരുന്ന സമയത്ത് എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടേക്കാണ് കേട്ടോ വരിക. ഇവിടെ വന്നിട്ടാണ് എല്ലാവരും നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ മൈൻഡ് റിലാക്സ് ആക്കാനൊക്കെ എല്ലാവരും ഇവിടേക്കാണ് വരിക കേട്ടോ. ഒരു വൈബ് പ്ലേസാണ്. മുൻപ് ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു കാട് പിടിച്ച സ്ഥലമൊക്കെ ആയിരുന്നു. പക്ഷെ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ എല്ലാം കൊണ്ടും സെറ്റായി, അടിപൊളിയായി എന്ന് തന്നെ വേണം പറയാം കേട്ടോ. ഇത്രയും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെയും കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ആരെങ്കിലും കോഴിക്കോട് ചാലിയത്ത് വരികയാണെങ്കിൽ തീർച്ചയായും പോവേണ്ട സ്ഥലമാണ് കേട്ടോ ചാലിയം ബീച്ച്. മക്കളെയും കൊണ്ട് പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായൊരു ബീച്ച് തന്നെയാണ് ചാലിയം ബീച്ച് കേട്ടോ. അപ്പോൾ എല്ലാവരും പോവുക, ആസ്വദിക്കുക. ബായ്.